ഫ്ലവേഴ്സ് ഓൺലൈൻ പുതുതായി ആരംഭിക്കുന്ന ഡാൻസ് റിയാലിറ്റി ഷോ. നിങ്ങളുടെ പ്രതിഭ തെളിയിക്കുന്ന 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഡാൻസ് വീഡിയോ 8111995585 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒക്ടോബർ 25 മുൻപായി അയയ്ക്കുക. രാഗവർണം വിതറാനെത്തുന്നു നമ്മുടെ സ്വന്തം തേക്കുട്ടനും ഒപ്പം ബാർബി ഡോളും. വെൽക്കം ജെനി ആൻഡ് തേജസ് ഓൺ സ്റ്റേജ്. സുൽത്താനും റാണി അലാവുദ്ദീനും ഒരു അത്ഭുത വിളക്കും. നിന്റെ അടുത്തൊരു വിളക്കാ നിൽക്കുന്നത്, ഒരു സൗന്ദര്യ റാണി. ആ ഏത് പാട്ടാ മോനെ? ഒന്നാനാം കുന്നിന്മേലെ. ഒരുപാട് ഒന്നാനാം കുന്നിന്മേലെ ഉണ്ട്. ഒന്നാനാം കുന്നിന്മേലെ ഒന്നാനാം കുന്നിന്മേലെ കൈതോല, അതുണ്ട്. ഒന്നാനാം കുന്നിന്മേൽ ആ പാട്ടുണ്ട്. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഏത് പാട്ടാണ് ആദ്യം പാടിയ പാട്ട്? ആ കിളിച്ചുണ്ടൻ മാമ്പഴം. അതിലെ ഒന്നാനാം കുന്നിന്മേലെ കൈതോലക്കൂടും കൂട്ടി പോരാമോ നിരരാരിരട്ടാരി താനി നാനി 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 നേനി നാനിനേ താനി നാനി 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 നേനി നേനി തരിരാനാരിരേരേ താരാരിരേ താരത്താരാരീ. ആണോ? അങ്കിള് പാടിയ തെറ്റുണ്ടോ? തെറ്റില്ല. ഒരു എ ഗ്രേഡെങ്കിലും തരുമല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഫസ്റ്റിൽ നിൽക്കുന്ന തേജസ്സും എത്ര ശതമാനം ഉണ്ട് മോക്ക്? എന്നെ നോക്കിപ്പോ 64. ജെന്നിഫറിന് 65.6%. ആ ഒന്ന് വിടരുത്, ഒന്നെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവ. അപ്പോ 5 ഇഞ്ച് വരഞ്ച്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. നെഞ്ചിൽ വെച്ച് മുത്തമിട്ടു പാടുന്ന മുള്ളുകൊണ്ടു കൈമുറിഞ്ഞു വെന്നാലോ കൽബിൽ നിന്നു നെയ്യെടുത്തു തൂവും ഞാൻ പിറ പോലെ കാണാൻ നോമ്പേറ്റി ഞാനും വിളി കേൾക്കുവാൻ കൂടെ നീ പോരാമോ വേണുന്നോളെ. ഇബിലീസ് കാണാ പോവും മക്കേലെ മുത്തും കണ്ണാൽ കൂടെ ഞാൻ പോരാമേ വേണുന്നോ.
സ്വപ്നമെത്തുമായി എഴുതിയൊപ്പും ഞാൻ കൈക്ക് തട്ടമിട്ട് വന്നാലോ കുപ്പിവള കൈപിടിച്ച് കൂട്ടും ഞാൻ കൊതി തീരെ കാണാൻ കൂടുന്നു നാളെ മണിമാരനേറും ഏകുലുമാല് കാവിലെ കൂട്ടിയ തൊപ്പികളാൽ പാദുഷ കെട്ടിവരാം മാന്തളിർ ചൂടിയ വീതിയൊരാൾ മോരിലണഞ്ഞലിയാം ഇനി നാളേറെ വാഴാനായി നീ എൻ കൂടെ പോരാമോ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ ഒന്നാന കുന്നിന്മേലെ കൈതോല കൂടും കൂട്ടി കൂടെ നീ പോരാമോ വേണുന്നോളെ ഇബിലീസ് കാണാ പോവും മക്കേലെ മുത്തും തന്ന കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ പൂവ് ചൂടി പൂതി തീർത്തു ബേബിയാക്കിടാം മാരിവില്ല നൂല് നോറ്റു താലി ചാർത്തിടാം വേറാരും കാണാത്ത ഭൂമി തുള്ളും മാറാണേ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ തേക്കൂ തേക്കും പൂക്കും തേക്ക് പൂത്തു ഗംഭീരമായിരുന്നു ഏട്ടാ, ഗംഭീരമായിരുന്നു. താങ്ക് യു സാർ പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണ ഇരുമ്പഴിയല്ലേ, ഇത് റബ്ബർ അഴി എവിടെടേ? നീ ആദ്യം ഈ അത്ഭുത വിളക്കും കൊണ്ട് നീ ഇങ്ങനെ ഓടി 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 വന്ന് നോക്കിയപ്പോഴത്തേക്ക് കുന്തമായിട്ട് രണ്ടുപേരും നിൽക്കുന്നു. അവരെ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴേ അവർ തെറിച്ചുപോയി. അത് നിന്റെ അത്ഭുത ശക്തി എന്ന് വെച്ചോണം, നിന്റെ അത്ഭുത ശക്തി. അത് കാരണം അത് തെറിച്ചുപോയി. ഉടനെ കൈ കാണിക്കുമ്പോഴത്തേക്ക് ഈ ജയിലിൽ അറക്കി കിടക്കുന്ന, അതായത് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന ആ കുട്ടി റബ്ബർ മാറ്റി വരുന്ന പോലെ റബ്ബർ പോലെ ഇങ്ങനെ ഇറങ്ങി വന്നു. അതെങ്ങനെ? ആദ്യം അതിന്റെ ഉത്തരം പറ. അവൻ ഇരുമ്പിനെ റബ്ബറാക്കി. ഓ, ഇരുമ്പിനെ നീ റബ്ബറാക്കി. ആ, അത് ശരി. അത് വന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു. ഒരു സെക്കൻഡ് ബീജത്തിൽ ഒരാൾ വന്നിട്ട് എന്തോ ഒരു എന്താണ്, അതാരാണ് അവസാനം? ഭൂതമാണല്ലേ? നമ്മളിവിടെ ഭൂതത്തിനെ വരുത്താൻ വേണ്ടി ഞാൻ ഒരാളിനെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. എന്റെ ശിഷ്യനെ ഞാൻ മഷിയെല്ലാം കൊടുത്ത് റെഡിയാക്കി ഇരുത്തിയിരിക്കുക. മഷിയെല്ലാം ഇങ്ങനെ അടിച്ചു കയറ്റിയിരിക്കുക. കാരണം ഇനിയിപ്പോ ചില സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ വേഗം എന്റെ റിമാർക്സ് പറഞ്ഞു തീർക്കാം. നീ അന്തം വിട്ട് പാടിയിടേ രണ്ടുപേരും. ഞാൻ ജെനിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, കാരണം ഇവൻ എന്തായാലും അവനൊരു നാഴിക കല്ലാണ്, അവൻ കലക്കും. അപ്പൊ ജെനിയുടെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം എവിടെയെങ്കിലും പോകുന്നു. ഒരു സ്ഥലത്ത് മാത്രം ഒരു ചെറിയ ഇത് വന്നു, ആ ചരണത്തിന്റെ ആ പോർഷനിൽ മേലോട്ട് പോയ സ്ഥലത്ത്. അത് വലിയ പ്രോബ്ലം അല്ല, ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു സാധനം, അത്രേ ഉള്ളൂ. അതിന്റെ അല്ല ഞാൻ പറഞ്ഞോണ്ട് വന്നത്. ആ പല്ലവിയിലുള്ള ആ പോർഷൻ ഒറ്റ ശ്വാസത്തിൽ പാടി വേറാരും കാണാത്ത ഭൂമി തുള്ളും മാറാണേ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ ഒന്നാനാം കുന്നിന്മേലെ കൈതോല കൂടും കൂട്ടി കൂടെ നീ പോരാമോ വേണുന്നോളെ. അത് അവിടാണ് ജെനിയുടെ മിടുക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജെനി ഒന്നോ രണ്ടോ പ്രാവശ്യം കട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അത് കട്ട് ചെയ്യാതെ അത് ഏത് പോർഷനാണ് പാടി? വേറാരും കാണാത്ത ഭൂമി തുള്ളും മാറാണേ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ. സബാഷ്. ഞാനത് വളരെയധികം നോട്ടീസ് ചെയ്തു. കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ ജെനിക്ക് അത് രണ്ടാക്കാം, അത് വേണമെങ്കിൽ മൂന്നാക്കാം. പക്ഷെ ജെനി ഒരൊറ്റ ബ്രത്തിന് അത് പാടി. അതിനൊരു വലിയ കൈഡി ഞാൻ തരും. പൂവ് ചൂടി പൂതി തീർത്തു ബേബിയാക്കിടാം മാരിവില്ല നൂല് നോറ്റു താലി ചാർത്തിടാം വേറാരും കാണാത്ത ഭൂമി തുള്ളും മാറാണേ കൂടെ ഞാൻ പോരാമേ വേണുന്നോനേ. പിന്നെ നീ ആ സ്ഥലങ്ങളൊക്കെ എന്താണ് പറയുന്ന ആ സംഗതികളൊക്കെ വെച്ച് പ്ലറഞ്ച് വിട്ടില്ലേ, വെച്ച് ഇഞ്ചി ഉഞ്ചിയാക്കി കളഞ്ഞു. താങ്ക് യു സാർ.
രണ്ടുപേരും കൂടെ പാട്ട്, അതിൻ്റെ പാട്ടിൻ്റെ, അതായത് ഞാൻ പാടിയ, ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പാടിയിരുന്നു, ഞാൻ അവിടെ അങ്ങനെ ഒരു സംഗതി ഇട്ടിരുന്നു എന്നൊക്കെ ഓർക്കുന്ന ഞാനിപ്പോഴാണ്. ഒരുപക്ഷെ ഞാനിത് പാടിയാൽ ഞാൻ പ്ലെയിനായിട്ട് പാടത്തുള്ളൂ, കാരണം എനിക്ക് ഓർമ്മയില്ല അവിടെ എന്ത് സംഗതിയാണെന്ന്. പക്ഷെ നീ അത് വളരെ കണ്ടുപിടിച്ച് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എല്ലാം വളരെ കൃത്യമായിട്ട് നീ എക്സിക്യൂട്ട് ചെയ്തു. അതിൽ എനിക്ക് അഭിമാനമുണ്ട് തന്നെ. കാരണം ഒരാൾ പാടിയ പാട്ട് തിരിച്ച് കേൾക്കുമ്പോഴത്തേക്ക് അത് ഒരു മോശമായിട്ട് പാടിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. അയ്യോ അത് അങ്ങനെ പാടിയല്ലോ എന്ന് തോന്നും. ഇതങ്ങനല്ല. ഐ ആം പ്രൗഡ് ഓഫ് യു, യു ബോത്ത്, രണ്ടുപേരും. കാരണം ഞാനൊക്കെ പാടുന്ന വെച്ചാൽ പ്ലെയിനായിട്ട്, അതായത് ഒന്നാനാം കുന്നിന്മേലെ കൈതോലക്കൂടും കൂട്ടി, പക്ഷെ നീ അവിടെ എന്തോ ഒരു സംഗതി പാടിയായിരുന്നു സെക്കൻഡ്. ഒന്നാനാം കുന്നിന്മേലെ കൈതോല കൂടും കൂട്ടി, അങ്ങനെയൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നീ കറക്റ്റായിട്ട് വളരെ ഗഹനമായിട്ട് സ്റ്റഡി ചെയ്ത് നീ പാടി. വെരി ഗുഡ്. അത് ഞാനെന്നല്ല, ഏതൊരു പാട്ടുകാരൻ പാടിയ പാട്ടാണേലും അവർ പാടിയിരിക്കുന്ന എന്താണോ ആ എക്സ്പ്രഷൻ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലസ് മാർക്കുണ്ട്. എന്താണ്, ഒരു ചെറിയൊരു ഗുഡ് എന്ന് നമുക്ക് തോന്നും എല്ലാവർക്കും. കാരണം ഈ പാട്ട് എത്രയോ ജനകോടികൾ കേട്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പം അതിനകത്ത് നിന്ന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അയ്യോ അവിടെ അങ്ങ് മാറിപ്പോയല്ലോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിനോട് നീതി പുലർത്തി വളരെ ഗംഭീരമായിട്ട് പാടി. കോറിയോഗ്രാഫി നന്നായിരുന്നു. അതിനിടെ വന്ന ആ ഭൂതം സൂപ്പറായിരുന്നു. ആ ബീജത്തിൽ അടിപൊളിയായിട്ട് കലക്കിയിട്ട് പോയി കേട്ടോ. അദ്ദേഹത്തിന് ഒരു കൈയടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇപ്പൊ വന്നില്ലേ മറ്റേ നമ്മുടെ ഭൂതം കൂട്ടുകാരൻ ജീനി, അദ്ദേഹത്തിന് ഞാൻ ഇവിടെ വരുത്തുന്നുണ്ട്. ഞാനിത് തൊട്ടാ അദ്ദേഹം വരും, അതുകൊണ്ട് ഞാനിത് തൊടുന്നില്ല. ഇപ്പൊ ഞാൻ തൊട്ടാ വരൂല്ല. അവരില്ല. ചേട്ടാ ഒന്ന് തൊട്ട് വരൂല്ല. ഇപ്പൊ തൊട്ടാ വരും. തൊടേണ്ട സമയത്തെ തൊടാവും. ഓ ശരി ശരി. വെറുതെ ഒന്നും തൊട്ടിട്ട് കാര്യമില്ല. ഓ തേക്കുട്ടാ, യു ആർ ആബ്സല്യൂട്ട്ലി ബ്രില്യന്റ് ആർട്ടിസ്റ്റ്. സംശയമില്ലാത്ത കാര്യമാണ്. ഒരു വളരെ ഓൾറൗണ്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു വളരെ ബിഗ് ആർട്ടിസ്റ്റ് ഇൻ ദ മേക്കിംഗ് എനിക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന്. നമ്മുടെ തേക്കൂട്ടനെ കാണുമ്പോഴത്തേക്ക് ഒരു ടോട്ടലി റിയാക്ഷൻലെസ് പേഴ്സൺ ആണെങ്കിലും പാട്ടിൽ കൊണ്ടുവരുന്ന റിയാക്ഷൻസും അതിൻ്റെ എന്താണ് കോംപ്ലിമെന്ററി റിയാക്ഷൻസും ഒക്കെ സൂപ്പറാണ്. എനിക്ക് ഓരോ സംഗതി പാടിയതും ശ്രീമരേട്ടൻ ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഈ പാട്ടിൽ പാടി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയ ക്രിയേഷൻസ് ഒക്കെ അദ്ദേഹം ഒരു പക്ഷേ ഇങ്ങനെ പാടി കാണും. വിദ്യാച്ചി ഞാനിങ്ങനെ പാടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. സത്യം അല്ലേ? അപ്പൊ അപ്പോൾ അദ്ദേഹം പറയും അത് അല്ല, ഞാൻ പാടുമ്പോഴത്തേക്ക് വിദ്യാർത്ഥി പറഞ്ഞു ശ്രീകുട്ടൻ അത് കലക്കി കേട്ടോ, ശ്രീകുട്ടൻ അത് കലക്കി എന്ന് പറയും. അപ്പോൾ ഞാനത് പാടും. ചിലപ്പോൾ പറയാം അത് വേണ്ട കേട്ടോ ശ്രീകുട്ടൻ എന്ന് പറയും. ഇവിടെ അതൊന്നും വേണ്ട തേക്കുട്ട എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല, അത് വേണം തേക്കുട്ട എന്നാണ്. എന്നാലും വിദ്യാജി പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഏട്ടാ വിദ്യാജി കേട്ടിരുന്നെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മച്ചാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ റെൻഡിഷൻ ഓഫ് ദി സോങ് ആയിരുന്നു. പിന്നെ ജെനി സാധാരണ തനിച്ച് പാടുന്നില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഇന്ന് സ്റ്റേജിൽ ഞാൻ കാണപ്പെട്ടു. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ തേക്കുട്ടൻ്റെ ഒരു പ്രസൻസ് ജെനിയിലെ സംഗീതത്തിനെ കുറച്ചും കൂടെ ഉയർത്തിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കേട്ടോ. അപ്പോൾ അത് തിരിച്ചും അങ്ങനെയാണ്. ജെന്നി കൂടെ ഉള്ളപ്പോഴത്തേക്കും തേക്കൂട്ടന് കുറച്ചും കൂടെ എന്തൊക്കെയോ ഒരു എക്സ് ഫാക്ടർ കൂടെ അവിടെ ചേർക്കാനായിട്ട് തേക്കൂട്ടന് തോന്നുന്നുണ്ട്. ആ മേലെ പറഞ്ഞ ആ പോർഷൻ മാത്രമാണ് ഒരു സ്ലിപ്പ് വന്നത്, അല്ലാതെ ഈ കോമ്പിനേഷൻ വാസ് വെരി വെരി നൈസ് കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട്. പക്ഷെ ജെനി വാസ് എ ബിറ്റ് സീരിയസ്. വീഴുന്നോനെ എന്നൊക്കെ പറയുന്നിടത്തുള്ള കുറുമ്പ് കുറച്ച് കുറഞ്ഞു പോയി. അത് മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഇതൊക്കെയാണ് എനിക്ക് ഈ പാട്ടിനെ പറ്റി പറഞ്ഞത്. ഓക്കെ തേജു ആൻഡ് ജെന്നി, നമ്മുടെ ശ്രീയേട്ടനും സുജാ ചേച്ചിയും കൂടി കോഴിക്കോടൻ
ഹൽവ മാതിരി പാടി വെച്ചേക്കുന്ന ഒരു പാട്ട്, അത് ശ്രീയേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ പാടുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ? കാരണം നിങ്ങൾക്ക് അതിന് ഒരു പ്രത്യേക ഒരു അഭിനന്ദനം അർഹിക്കുകയാണ് കൈയുടെ രൂപത്തിൽ. താങ്ക് യു സാർ. എനിക്ക് ഏറ്റവും എന്നെ അതിശയിപ്പിച്ച കാര്യം, ഇത് ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെയായിരുന്നു. പിന്നെ ഇതാരാണ് ഇതിൻ്റെ തീമൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഷഫീഖ് നല്ലൊരു കാര്യം കേട്ടോ. ഈ നമ്മുടെ ജീനി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേരെന്താണ്? പ്രലോഭ് ഏട്ടൻ, ഡാൻസ് പ്രലോഭ്. അതാണ് നമ്മളെ പ്രലോഭിപ്പിച്ചു. അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടു ചേട്ടൻ. താടിയൊക്കെ അതിനു വേണ്ടി താടിയും മീശയെല്ലാം വടിച്ചു കളഞ്ഞു. നമുക്ക് ജീനിയെ കൊണ്ടുവന്നാലോ? ആ കൊണ്ടുവന്നാലോ? കൊള്ളാം. അല്ല, ഒരു കാര്യം ചെയ്യാം. പിന്നെ ശക്തിയും കൂടെ കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ജീനിയെ തലവി വിളിക്കാം. മകളെ ഇപ്പോൾ രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷെ അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം, അങ്ങോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് കാവൽക്കാരെയൊക്കെ അവിടെ മൈക്കൊക്കെ എടുത്തിട്ട് ജയിലിൽ നിന്ന് ആൾ പുറത്തിറങ്ങിയിട്ട് ആ മൈക്ക് മേടിച്ചിട്ട് പല്ലവി സ്റ്റാർട്ട് ചെയ്ത ടൈമിംഗ് ഉണ്ടല്ലോ, അതിനാണ് കൈയ്യടി. എന്ത് പെർഫെക്റ്റ്! ഞാൻ കരുതിയില്ല ഇമ്മീഡിയറ്റ് ആയിരിക്കും പല്ലവി തുടങ്ങണേ എന്നുള്ളത് നിങ്ങൾ കരുതിയില്ല. പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഓർക്കസ്ട്രേഷനൊന്നും അത്ര ഓർമ്മയില്ലല്ലോ. അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഒരു ഇടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാണ്ടല്ലോ പല്ലവിയുടെ ഫസ്റ്റ് ഒരു 4 വരി തെറിച്ചു പോകും. അത് ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻ ബിറ്റ്വീനുള്ള പോർഷൻസൊക്കെ. പിന്നെ കുറച്ച് നാൾ മുമ്പ് കണ്ട ജെനിയെ അല്ല, ഒരുപാട് ഉയർന്നിരിക്കുന്നു കേട്ടോ. അസലായിട്ട് എനിക്ക് തോന്നി പറഞ്ഞ പോലെ ഡ്യുവേറ്റ് പാടുമ്പോൾ കിട്ടിയൊരു തേജുവിൻ്റെ നിന്ന് കിട്ടിയൊരു പവറാണോന്ന് അറിയില്ല. എന്നിരുന്നാലും പോലും മോള് വളരെ ആയിട്ടുള്ള വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് ഇനിയും ഉള്ള പെർഫോമൻസിൽ ഒരുപാട് ഉയർന്നു വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തേജു ആൻഡ് ജെനി എന്തുവായിരുന്നു ഇപ്പൊ സ്റ്റേജില്? ഞങ്ങളെല്ലാരും ഒരു അറബി മാജിക്കൽ ലാൻഡിലോട്ട് കൊണ്ടുപോയല്ലോ നിങ്ങള്. ഇപ്പൊ നമ്മള് തിരിച്ചിവിടെ എത്തി. എന്നാലും പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രാ നമ്മളൊരു ഭയങ്കരമായിട്ടൊരു സൂപ്പർ സിനിമയൊക്കെ കണ്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും പിന്നെ ആ സിനിമയെ കുറിച്ച് നമ്മളിങ്ങനെ ഓർത്തോണ്ടിരിക്കില്ലേ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും നമ്മളെല്ലാവരും അതിൻ്റെ ഒരു സോണിലാണ് ഇരിക്കണേ. കലക്കി, സൂപ്പർ. സോ ഫസ്റ്റ്ലി ബിജു ചേട്ടൻ, ഇറ്റ് വാസ് സോ നൈസ് ദറ്റ് യു, ഐ മീൻ ഈവൻ ഞാൻ ഓർക്കായിരുന്നു ഈ സ്കിറ്റ്, ഈ പെർഫോമൻസ് ഇത് പ്ലാൻ ചെയ്ത് ഈ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തത് ആരാന്ന്. സോ ഷഫീഖ് ഏട്ടന്നല്ലേ പറഞ്ഞ? പ്രത്യേകം അഭിനന്ദനങ്ങൾ. ബിക്കോസ് ഇറ്റ് വാസ് സോ ഫാന്റാസ്റ്റിക്. ആൻഡ് ഇത്രയും ഒരു പാട്ടിനകത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു ഫുൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഫുൾ സ്റ്റോറി, അത് സ്റ്റാർട്ട് ടു എൻഡ്, അത് അവസാനം അതിന്റെ ഒരു ക്ലൈമാക്സുമായി അത് അവസാനിച്ച് കൊണ്ടു കൊടുത്ത് എല്ലാം ഒരു ഫുൾ സ്റ്റോറി 5 മിനിറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ അത് സാധാരണ കാര്യമല്ല. അതും പാട്ടിന്റെ നടുക്ക് ഇത്ര നന്നായിട്ട് പാടും വേണം. സോ നമ്പർ 1 വിഷ്വൽസ് ഭയങ്കര അടിപൊളിയായിരുന്നു. സെക്കൻഡ് തിങ്, വിഷ്വൽസ് ഇത്ര എൻഗേജിങ് ആയിട്ടും നിങ്ങൾ അതിനെ മാച്ച് ചെയ്ത് അതിനേക്കാളും ടോപ്പ് ചെയ്ത് നിങ്ങളുടെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് അത്ര എൻഗേജിങ് ആയിരുന്നു. സോ ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ഫാബുലസ്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ അതിൽ സംടൈംസ് അതിൽ എൻഗേജ് ആയി ലോസ്റ്റ് ആയി പോകുമ്പം മ്യൂസിക്കിന് അത്രയും എൻഗേജിങ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അത്ര അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂല ഒരു ഓഡിയൻസിന്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു പെർഫോമേഴ്സ് ആയിട്ട് ഇന്ന് ശരിക്കും അടിച്ചു പൊളിച്ചു സ്റ്റേജിൽ. ഇതാണ് ഒരു റിയൽ പെർഫോമറിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊരു ശരിക്കുള്ളൊരു സംഭവമാണ്. സംടൈംസ് ഒരു മ്യൂസിഷ്യൻ്റെ കൂടെ നമ്മൾ സ്റ്റേജ് ഷെയർ ചെയ്യുമ്പം ഒരു വൈബ് ഉണ്ട്. ആ വൈബ് അത് എനർജി നമ്മളെല്ലാവരും പാസ് ചെയ്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഷെയർ ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരു വൈബ് നമ്മളെ ഇറ്റ് ക്യാൻ ടേക്ക് അസ് ടു അനദർ പ്ലേസ്. അങ്ങനത്തെ ഒരു വൈബ് നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. സോ യു ഗൈസ് ആസ് എ ടീം യു കോംപ്ലിമെന്റ് ഈച്ച് അതർ സോ വെൽ. ഫാന്റാസ്റ്റിക് ടീമാണ് നിങ്ങൾ. ആൻഡ് ഇത് എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വൈബ് നിങ്ങൾ വേറൊരു സിംഗറിൽ നിന്ന് ആ എനർജി എടുത്ത് നിങ്ങൾ വെൻ യു ഫീഡ് ഓഫ് ദറ്റ് എനർജി, ദി ഓഡിയൻസ് വിൽ ഓൾസോ ഫീഡ് ഓഫ് ദറ്റ് എനർജി. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. ആൻഡ് ഇതാണ് ഒരു കൊളാബറേറ്റീവ് സ്പിരിറ്റ്. ആൻഡ് നിങ്ങൾ ഈ ഡാൻസും കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് അതിന്റെ നടുക്കും സൂപ്പറായിട്ട് പാടി. സൂപ്പർ. ആൻഡ് തേജു, എല്ലാവരും പറഞ്ഞ പോലെ ഐ തിങ്ക് യു ആർ എ വെരി വെരി വേഴ്സറ്റൈൽ സിംഗർ. ഒരു വേഴ്സറ്റിലിറ്റി, കുറേ സ്പെക്ട്രംസ് കവർ ചെയ്യാൻ പറ്റുന്ന
ഒരു സിംഗറിൻ്റെ ഒരു കേപ്പബിലിറ്റി ആൻഡ് ഒരു പൊട്ടൻഷ്യൽ തീർച്ചയായിട്ടും തേജസ്സിനുണ്ട്. ആൻഡ് ജെനി, യു ഓൾസോ ലൈക്ക് ഒരു കൺട്രോൾഡ്, ഒരു കമ്പോസ്ഡ് പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഐ ലവ് ദറ്റ് ഇന്ന് യു ആർ എക്സ്പെരിമെൻറ്റിങ് ആൻഡ് പുഷിങ് യുവർ ബൗണ്ടറീസ്. ആൻഡ് ദാറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് തിങ്. ബിക്കോസ് ഇങ്ങനെ ഡിസ്കവർ ചെയ്യൂ, ഇന്നും കൂടുതൽ ബൗണ്ടറീസ് പുഷ് ചെയ്യൂ. ഇറ്റ് വിൽ ബി അമേസിങ്. സോ എനിക്ക് ഈ അറബിക് ഫ്ലേവർ ഉള്ള, ഐ മീൻ ഇന്ത്യൻ തമിഴ് സോങ്സിലും കുറേ ഇങ്ങനത്തെ അറബി ഫ്ലേവർ ഉണ്ട്. ആൻഡ് ഈവൻ ഇൻ മലയാളം സോങ്സ് ദർ ആർ സം സോങ്സ് വിത്ത് എ ഫാന്റാസ്റ്റിക് അറബിക് ഫ്ലേവർ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സിംഗ് എ ഫ്യൂ ലൈൻസ് ഓഫ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. തമിഴിൽ AR റഹ്മാൻ സാർ കമ്പോസ് ചെയ്തൊരു സോങ് ആണ്. ചിന്മയി ഭയങ്കര ഫാബുലസ് ആയിട്ട് പാടിയൊരു സോങ് ആണ്. സോ ഐ എം ജസ്റ്റ് ഗോണ സിംഗ് ഫ്യൂ ലൈൻസ് ഓഫ് ദാറ്റ്. நான் சீனியில் செய்த கடல், நான் சீனியில் செய்த கடல், வெள்ளை தங்கத்தில் செய்த உடல், வெள்ளை தங்கத்தில் செய்த உடல், உன் காதலி நானே, மையா மையா நிலாவை வண்ணம் பூசி வைத்துக்கொள், மையா மையா என் உடலினில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா, மையா மையா நிலாவை வண்ணம் பூசி வைத்துக்கொள், மையா மையா என் உடலினில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா. സൂപ്പർ. സോ ഇങ്ങനെ അറബിക് ഇൻഫ്ലെക്ഷൻസ് ഉള്ള ഒരു സംഭവമാണ് ഇത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ഭയങ്കര ഒരു വ്യത്യാസമായ ഒരു അറബിക് ഫ്ലേവർ കൊണ്ടുവന്ന് നിങ്ങൾ ഇന്ന് തകർത്തു. സോ താങ്ക് യു ഫോർ ദാറ്റ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവാണ് നമ്മുടെ MJ സാർ. MJ ഭൂതലിംഗം ഈസ് ഗോയിങ് ടു കോൾ ദ അത്ഭുത സിദ്ധി. മാത്രമല്ല ഇത്രയും ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം വരില്ല. ലൈറ്റ്സ് ഒക്കെ ഡിം ചെയ്യണം. അയ്യോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? മെനു സൂക്ഷിച്ചോട്ടാ, എന്താണ് പുറയിലോ നിൽക്കും, ജെനിന്റെ അടുത്ത് നിന്നോളാം ഞാൻ. പാത്രം വീഴും. ഒന്ന് പോടെ. ജെനിയല്ല, ജീനിയാണ് വരമാണ്. ജിനി എങ്ങോട്ട് പോരോ നിൽക്കും. അങ്ങ് വേദിയിലേക്ക് പോയാലും ഭൂതം വാ. ആ ഹലോ ഹലോ, how are you? How are you? എന്താ സൂപ്പർ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് ഗ്രേഡ് കൊടുക്കണം ഭൂതം? ഗ്രേഡ് എക്സ്ട്രീം. അടിയോട് പ്രലോഭ് പൂക്കുറ്റി. Congratulations, you are awarded A Extreme. ഓക്കെ, അപ്പൊ ടാറ്റാ. ടാറ്റാ. ബൈ കുട്ടീസ്. ടാറ്റാ. അപ് സിംഗറിൽ ഇനി ഓഡിയൻസ് ചോയ്സിനുള്ള സമയമാണ്. ഓഡിയൻസ് ഇന്ന് ആരാ വരുന്നേ? ഹലോ.
ചേച്ചിയുടെ പേരെന്താ? ദീപിക. ദീപിക. ദീപിക പുതുക്കോണാണ്? അല്ല. അല്ല, ചേച്ചിയുടെ വീട് എവിടെയാ? അമ്പലപ്പുഴ. അമ്പലപ്പുഴ എന്നാണ്. ആ, ഞങ്ങക്ക് പായസമൊക്കെ കൊണ്ടു തന്നായിരുന്നല്ലോ. ടോപ്പ് സിംഗറിലെ ഏറ്റവും ഇഷ്ടാരിയാ? എല്ലാരും ഇഷ്ടാ. ഇപ്പൊ വിളിക്കാൻ പോകുന്നത് സൂര്യമഹാദേവൻ. സൂര്യമഹാദേവനെയാണ്. അപ്പൊ വിളിച്ചോ സൂര്യൻ? ചേച്ചി വിളിച്ച പെട്ടെന്ന് വരും. സൂര്യമഹാദേവൻ വെൽക്കം ഓൺ സ്റ്റേജ് എന്ന് പറഞ്ഞോ സൂര്യ, വെൽക്കം ഓൺ സ്റ്റേജ്. ഹായ്, ചേച്ചിയുടെ പേരെന്താ? ദീപിക. ദീപിക. എവിടെ നിന്നാണ്? അമ്പലപ്പുഴ. ചേച്ചി അവിടെ നിന്ന് പാട്ട് പാടുന്ന ഞങ്ങൾ കണ്ടല്ലോ. ഇവരൊക്കെ പാടുമ്പോ ലിപ്പ് ചെയ്തല്ലോ ഞങ്ങൾ. ഞാനും ഇല്ലേ സൂര്യ? ഞങ്ങൾ കണ്ടു. പാടത്തില്ല. അമ്പലപ്പുഴക്കാര് പറഞ്ഞു ചേച്ചി പാട്ട് പാടുവോ? പാടുന്ന ആളുണ്ട് വേറെ. അവിടെ ഉണ്ടോ? ആരാ? ചേട്ടനാണോ? എന്നാ ചേച്ചിക്ക് വേണ്ടി വന്നൊരു പാട്ട് പാടിത്തരോ? ഹലോ, ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഭരത് കൃഷ്ണൻ. ഓക്കെ, പാടിക്കോ. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் அணுகின்றது, இங்கு சொல்லாத இடம் கூட துளைகின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதியே நீயானால் கருணானே, சிறுபறவே நீதானா, உன் வானம் நானே. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் அணிகின்றது. ഓ ചേട്ടാ, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ സൂര്യ, രണ്ടുപേർക്കും വേണ്ടിട്ട് ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? പഴയൊരു പാട്ടാണ്, ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഇഷ്ടമാണോ പാട്ട്? കേക്കാം. താങ്ക് യു. താങ്ക് യു. ആറാട്ടിനാനകൾ എഴുന്നള്ളി, ആറാട്ടിനാനകൾ എഴുന്നള്ളി, ആഹ്ലാദ സമുദ്രം തീരതള്ളി, ആറാട്ടിനാനകൾ എഴുന്നള്ളി, ആനന്ദ ഭൈരവി, ആനന്ദ ഭൈരവി രാഗത്തിന്മേ
വിളിച്ചു ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തീരതല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി. MJ അങ്കിളെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഓക്കെ, വെൽക്കം തേജസ് ആൻഡ് ജെനി ഓൺ സ്റ്റേജ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം. മൊമെന്റ് ഓഫ് ദ ഡേ ശക്തി ചേച്ചിയും ബിജു അങ്കിളും ചേർന്ന് വെച്ചുകൊടുക്കുന്നു.